4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെ നമ്മൾ ചിന്തിച്ചു. മോശെ ദൈവം മിസ്രൈമിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ ദൈവ വിളിയും നിയോഗവും മോശ പെട്ടെന്ന് ഏറ്റെടുക്കാതെ മോശ അതിന് പല ഉപശാന്തികൾ പറഞ്ഞു. അത് നമ്മൾ ചിന്തിച്ചു. ഏറ്റവും ഒടുവിൽ മോശ പറഞ്ഞ ഉപശാന്തി, എനിക്ക് പകരമായിട്ട് മറ്റാരെങ്കിലും അയക്കണമെന്നാണ്. ഇത് കേട്ടപ്പോൾ ദൈവത്തിന് കോപം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് ഈ മോശയോട് ഇത്ര ഹൃദ്യമായി ഇടപെട്ടിട്ടും മോശയ്ക്ക് പോകുവാനുള്ള മനസ്സില്ല. അത് മാനുഷികമായി ഉള്ള ഒരു കഴിവില്ലായ്മ ചിന്തിക്കുകയാണ് മോശ. കാരണം താൻ അവിടുന്ന് ഓടിപ്പോകുന്നത് ഒരാളെ മൃഗീയമായി അടിച്ചു കൊന്നതിന് ശേഷമാണ്. അപ്പൊ തിരിച്ചു ചെന്നാൽ ആ എബ്രായ ജനം അല്ലെങ്കിൽ യഹൂദ ജനം തന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഭീതി, എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നെന്നുള്ളത് മാനുഷികമായി താൻ ചിന്തിച്ചു കാണും. മനുഷ്യനാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു മറ്റാരെയും അയക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ദൈവത്തിന്റെ കോപം, അല്ലെങ്കിൽ ദൈവം ആ കാര്യത്തിൽ മോശയോട് ഇടപെടുന്നത്. അപ്പോൾ മോശയോട് പറഞ്ഞ ഒരു കാര്യം, നിന്നോട് കൂടെ നിന്റെ സഹോദരനായ അഹറോനെ ഞാൻ അയക്കാം. അഹറോൻ നിനക്ക് അതേ ഒരു വായായിരിക്കും. 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ 15-16 വാക്യം നോക്കിയിട്ട്, നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവും ആയിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. അഹറോൻ നിനക്ക് പകരമായി സംസാരിക്കും. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-ാം അധ്യായത്തിന്റെ യഹോവ മോശയോടെ അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. അപ്പോൾ അഹ്റോൻ നിനക്ക് വായായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നീ പറയുന്ന കാര്യം ഫറവോനോടും ജനത്തോടും പറയുവാൻ തക്കവണ്ണം അഹറോൻ ഒരു പ്രവാചകന്റെ ശുശ്രൂഷ നിനക്ക് വേണ്ടി ചെയ്യും എന്നാണ്. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഒരു പ്രവാചകൻ ദൈവത്തിങ്കൽ നിന്ന് കേട്ട് ദൈവത്തിങ്കൽ നിന്ന് കേട്ട് ജനത്തോട് സംസാരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് പറയുന്നത്, നബി. അപ്പൊ ദൈവം ആ വ്യക്തിയോട് പറഞ്ഞ കാര്യം ജനത്തോട് പറയുന്നത് കൊണ്ടാണ് ആ വ്യക്തിയെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. താൻ സ്വയമായി ജനത്തോട് സംസാരിക്കുകയല്ല. ഇതുപോലെ മോശ പറയേണ്ട കാര്യം മോശയിൽ നിന്ന് കേട്ട് ജനത്തോട് പറയുന്നത് കൊണ്ട് അഹറോൻ ഒരു പ്രവാചകനായിരിക്കും. അപ്പോൾ നീ അവന് ദൈവമായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പ്രവാചകൻ ദൈവത്തിങ്കൽ നിന്ന് കേട്ടാണ് ജനത്തോട് പറയുന്നത്. ആ നിലയിൽ പ്രവാചകന്റെ ദൂത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം എന്ന നിലയിൽ മാത്രമേ ഇവിടെ മോശയെ കുറിച്ച് പറയുന്നുള്ളൂ. നീ അവനൊരു ദൈവമായിരിക്കും. അതേ പ്രയോഗം തന്നെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഫറവോന് ഒരു ദൈവമായിരിക്കും. ഈ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഈ 2 വാക്യങ്ങൾ എടുത്തിട്ട് അത് മോശയെ ദൈവമാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവം മാത്രമാണ് യേശു ക്രിസ്തുവും എന്നവർ സ്ഥാപിക്കുന്നു.
അതേറ്റവും തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ഇവിടെ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യാഹുവേ എന്ന പദമല്ല. സാധാരണ എബ്രായ പദത്തിന് എപ്പോഴും എബ്രായ പദത്തിൽ ദൈവം എന്ന് ഉപയോഗിക്കുന്ന എലോഹി എന്ന പദമാണ്. ആ ഒരു പദം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സർവാധികാരം നിനക്കായിരിക്കും എന്നേ അതിനർത്ഥമുള്ളൂ. അതായത് അഹറോൻ നിനക്ക് പകരമായി സംസാരിക്കും, നീ പറഞ്ഞു കൊടുക്കുന്നത് അഹറോൻ സംസാരിക്കും. ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു വ്യക്തി ജനത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ പ്രവാചകൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ പ്രവാചകന്റെ പിൻപിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നത് പറയുന്നു. ഇതുപോലെ മോശെ, നീ പറയുന്ന കാര്യം അഹറോൻ ജനത്തോട് പറയും. അവൻ ഒരു പ്രവാചകനായിരിക്കും. എന്റെ അർത്ഥം അഹറോനെ പിടിച്ച് പ്രവാചകനാക്കുകയല്ല, കാരണം നീ പറയുന്ന കാര്യം ജനത്തോട് പറയുന്നവൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നീയാണ് പറയുന്നവൻ, അത് നീ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നു. ഇത്രയും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ മോശെ ദൈവമാക്കി എന്നുള്ളത് തെറ്റാണ്. അതല്ല അതിന്റെ അർത്ഥം. ഏലോഹി ആക്കിയില്ല. ഏലോഹി എന്നുള്ളൊരു പദം സാധാരണ ദൈവം എന്നുള്ളതിന് കോമണായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ അത് എടുത്ത് പറയുമ്പോൾ യാഹുവേ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതിവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ പുറകിൽ എൽ എന്നൊരു പദപ്രയോഗം എബ്രായ പദത്തിലുണ്ട്. അതായത് ഞാൻ നിന്റെ മേൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അനേക ദൈവങ്ങളുണ്ട് ഈ ആദികൾക്ക്. ആ നിലയിൽ ഉള്ള ഒരു വ്യക്തിയായി നിന്നെ ആക്കിയെന്നല്ല എൻ്റെ അർത്ഥം. അതെ, നീ ഒരു അധികാരിയാണ്, അതോറിറ്റിയാണ് അവിടുത്തെ വിഷയമായിരിക്കുന്നത്. അങ്ങനെ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അഹറോനെ നിന്റെ വായാക്കി വെക്കും എന്ന് പറഞ്ഞാൽ നീ പറയുന്ന കാര്യം പറയുന്നതായിരിക്കും. ഇത് അഹറോൻ നിന്നെ എതിരേൽക്കുവാനായിട്ട് വരുന്നു. അവൻ ഓരോ പർവ്വതത്തിൽ വെച്ച് നിന്നെ എതിരേൽക്കുമെന്ന് പറയും. നമ്മൾ ഇപ്പോൾ വായിച്ചതിന്റെ പുറകിലത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. നിന്റെ സഹോദരൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മോശയോട് പറയാണ്, നീ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പേ നിന്നെ എതിരേൽപ്പാൻ ഈ വിവരങ്ങൾ എങ്ങനെയോ അറിഞ്ഞതാണോ, അല്ലെങ്കിൽ അഹറോൻ നിന്നെ കാണാനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം അത് കുറെ കൂടെ മോശയ്ക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാണ്. 4-ാം അധ്യായത്തിന്റെ 27 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മള് അഹറോൻ മോശയെ എതിരേൽക്കുന്നതായിട്ട് കാണുന്നു. അവിടെ നമുക്കത് നോക്കാം. 27-ാം വാക്യം. എന്നാൽ യഹോവ അഹരോനോട്, നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്ന് ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശെ അഹരോനെ അറിയിച്ചു. പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെയെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 40 വർഷത്തിന് ശേഷമാണ് സഹോദരന്മാർ തമ്മിൽ കാണുന്നത്. അഹറോനാണ് മൂത്ത വ്യക്തി. അഹറോന് 3 വയസ്സ് മോശയേക്കാൾ മൂപ്പുള്ള ഒരു മനുഷ്യനാണ്, ജ്യേഷ്ഠനാണ്. ആ നിലയിൽ താന് അഹറോൻ മോശയെ കാണുവാനായിട്ട് വന്നതാണ്. മോശയെ കാണുവാൻ വന്നപ്പോൾ അവരിരുവരും തമ്മിൽ സന്ധിച്ചത് യഹോവയുടെ പർവ്വതത്തിലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പർവ്വതത്തിൽ വെച്ച്. ഇത് ഹോരേബ് പർവ്വതമാണ്. ദൈവത്തിന്റെ പർവ്വതം എന്ന് പറയുവാൻ കാരണം ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടമായതുകൊണ്ടാണ് അതിനെ ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിക്കുന്നത്. പിന്നീടും മോശ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോഴും ഈ ഹോരേബിലാണ് ദൈവം അത് പ്രത്യക്ഷപ്പെട്ടതും കൽപ്പന കൊടുത്തതും ജനം അവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഹോരേബ് പർവ്വതത്തെ ദൈവത്തിന്റെ പർവ്വതം
എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടുവോ, എവിടെ ജനത്തോട് സംസാരിച്ചുവോ, ആ സ്ഥലത്തെ അങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പർവ്വതം. അഥവാ ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേക പർവ്വതം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അതങ്ങനെ ഒരു പ്രത്യേക പർവ്വതമല്ല, അത് ദൈവത്തോട് വെളിപ്പെട്ടത് കൊണ്ട് ആ പർവ്വതത്തിന് അങ്ങനെ വിളിക്കണം. ഈ 40 വർഷത്തിന് ശേഷം ദൈവം അഹറോന് പറഞ്ഞിട്ടാണ് കൽപ്പിച്ചു, നീ പോയി നിന്റെ സഹോദരനെ കാണാൻ പറഞ്ഞു. അങ്ങനെ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോരേബ് പർവ്വതത്തിൽ വന്ന് മോശയെ കണ്ടു. ഇരുവരും തമ്മിൽ കണ്ടപ്പോൾ എത്രയോ സന്തോഷം. സഹോദരന്മാർ തമ്മിൽ കാണുന്ന 40 വർഷത്തിന് ശേഷമാണ്. അവർ ആലിംഗനം ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ ഹഗ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അവർ വളരെ സന്തോഷിപ്പാൻ അതിടയായി തീർന്നു. അപ്പോൾ ദൈവം മോശ അഹറോനോട് ദൈവം തന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. ദൈവം തന്നോട് ചെയ്യാൻ പറഞ്ഞ അടയാളങ്ങൾ എന്തെല്ലാമാണ്, ആ അടയാളം എന്താണെന്നും അത് അഹറോനോട് പറഞ്ഞു. അതിനുശേഷം ഇരുവരും ഒന്നിച്ചാണ് മിസ്രൈമിലേക്ക് പോകുന്നത്. അതേ ഹോരേബിങ്കിൽ നിന്ന് മോശയും അഹറോനും ഒന്നിച്ചാണ് മിസ്രൈമിലേക്ക് പോകുന്നത്. അവിടെ ഒരു കാര്യം ഓർക്കണം, അതിന്റെ പുറകിൽ മോശയുടെ ഭാര്യയും 2 മക്കളും മോശയുടെ കൂടെ മിസ്രൈമിലേക്ക് പോകുവാനായി ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കഴുതപ്പുറത്ത് കയറി. പക്ഷെ സത്രത്തിൽ വെച്ച് ദൈവം അവരെ വിലക്കി, അവരെ വിട്ടില്ല. അതിന് കണ്ടുകൊണ്ട് മോശ തന്റെ ഭാര്യയെയും 2 മക്കളെയും യിത്രോവിന്റെ അടുക്കലാക്കിയതിന് ശേഷം മോശയും അഹറോനും മാത്രമാണ് മിസ്രൈമിലേക്ക് പോകുന്നത്. മോശയുടെ ഭാര്യയും 2 മക്കളെയും മിസ്രൈമിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ അവളെ ആ മക്കളെയും വീട്ടിലേക്ക് വിട്ടു എന്ന് ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരെ തമ്മിൽ കാണുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്. മോശ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം നോക്കിയിട്ട് 5-ാമത്തെ വാക്യം, 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശ പാളയം ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ അവന്റെ അടുക്കൽ വന്നു. മതി, ഇവിടെ വെച്ചാണ് വീണ്ടും അവർ തമ്മിൽ കാണുന്നത്. മോശ മരുഭൂമി ഹോരേബിൽ നിന്ന് മിസ്രൈമിൽ പോയി ജനത്തെ വിടുവിച്ച് ഹോരേബ് പർവ്വതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം യിത്രോ അതറിഞ്ഞപ്പോൾ യിത്രോ വളരെ സന്തോഷത്തോടുകൂടി മോശയുടെ ഭാര്യയെയും മക്കളെയും മോശയുടെ അടുക്കൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവവിളി ഉള്ളവരാണ് ദൈവവേലയ്ക്ക് പോകേണ്ടത്. ദൈവവിളി ഇല്ലാത്തവർ അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ ആ ദൈവവിളി ഇല്ലാത്തവന് അപകടകരമായ കാര്യമാണ്. ഈ അബ്രഹാമിന് ദൈവവിളി ഉണ്ടായി. മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പുറപ്പെട്ടു പോവാൻ ദൈവം അബ്രഹാമിനോടാണ് സംസാരിച്ചത്. എന്നാൽ അബ്രഹാമിന്റെ അപ്പനായ തേരഹും സഹോദരപുത്രനായ ലോത്തും കൂടെ ഇറങ്ങി. അബ്രഹാമിനോടാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോയെന്ന് പറഞ്ഞത്. ഈ 2 പേര് കൂടെ ഇറങ്ങി. നമുക്ക് ആ ചരിത്രം നമ്മൾ ഉൽപ്പത്തിയിൽ പഠിച്ചതാണ്. ഹാരാനിൽ വന്നപ്പോൾ തേരഹ് അവിടെ പാർത്തു. തേരഹിന്റെ യാത്ര അവിടെ വെച്ച് തീർന്നു. തേരഹു മരിച്ച ശേഷം അബ്രഹാം യാത്ര ചെയ്തെന്നാ പിന്നെ വായിക്കണം. അപ്പൊ ഹാരാൻ വരെ വന്നു. ലോത്ത് പുറകെ വന്നു. ലോത്ത് പുറകെ വന്നപ്പോൾ ലോത്തിന്റെ ലക്ഷ്യം കനാൻ ദേശം അവകാശമാക്കുക എന്നുള്ളതല്ല. ലോത്തിന്റെ ലക്ഷ്യം നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ലോത്തിന് ഒടുക്കം സംഭവിച്ച കാര്യം നമുക്കറിയാം. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമായി നമ്മൾ ചിന്തിക്കണം. ദൈവവിളിയില്ലാതെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ആരും ഇറങ്ങിത്തിരിക്കരുത്. പ്രധാനം അർഹിക്കുന്ന ഒരു വിസ്മൃതയാണ് കർത്താവിന്റെ വിളി, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വിളി എന്ന് പറയുന്നത് 1-2 നിലയിൽ അതിനർത്ഥം പറയാം. ഒന്ന്, ദൈവം എല്ലാവരെയും പൊതുവായി വിളിക്കുന്നു. അത് ദൈവവിളിയാണ്. എല്ലാവരെയും വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ,
എല്ലാവരെയും കോമൺ കോളിംഗ് ആണ്. അത് എല്ലാ മനുഷ്യരെയും ദൈവം വിളിക്കും, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് വ്യക്തിപരമായി ദൈവം വിളിക്കുന്നു. അതിന് ദൈവത്തിന് ചില പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണ്? ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് ദൈവം വിളിച്ചത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്. ഞാൻ പറയുന്ന കാര്യം എന്റെ പ്രമാണം നീ എഴുതി സൂക്ഷിക്കണം. ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി ഒരു വാഗ്ദത്ത സന്തതി നിന്നിൽ വരണം. ഒരു പ്രത്യേക പർപ്പസ് അതിനുണ്ട്. നോക്കുക, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ദൈവം കർത്താവിന് ഒരു പ്രത്യേക പർപ്പസോട് കൂടെയാ വിളിച്ചത്. പത്രോസിനോട് എന്താ പറഞ്ഞ? എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ ആക്കും. അപ്പൊ അവരെ വിളിച്ചതിന്റെ പർപ്പസ് ജനത്തെ കർത്താവിലേക്ക് ആകർഷിക്കുക, ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൗത്യം നിറവേറ്റാൻ അവരെ വിളിച്ചത്. സ്തോത്രം. ആദ്യത്തെ വിളി അതിനല്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എൻ്റെ അടുക്കൽ വരുകയും എന്ന് എല്ലാവരെയും കോമൺ കോളിംഗ് എന്ന് പറയും. എന്നാൽ പേഴ്സണൽ കോളിംഗ് ഉണ്ട്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായി നമ്മൾ കർത്താവ് വിളിച്ചവരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മളെ വിളിച്ചവരാണെന്ന്. അതിനെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ നിർണയം വരുത്തണം, ദൈവം എന്നെ വിളിച്ചത് എന്തിനാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. ദൈവം നമ്മളെ വിളിച്ച വെറുതെ ആ സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ഭൗതിക അനുഗ്രഹവും പ്രാപിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാനല്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും, എന്നെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ അവിടെ നിർത്തട്ടെ, എന്നിട്ട് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അഹറോൻ ഇപ്പോൾ വന്ന് ഹോരേബിൽ മോശയെ കണ്ടു. അവർ വളരെ സന്തോഷമായി തീർന്നു. മോശ ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക കാര്യം ഊന്നി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് 31-ാമത്തെ വാക്യമാണ്. അപ്പോൾ ജനം വിശ്വസിച്ചു. അത് ഇസ്രായേലിൽ ചെന്നതിന് ശേഷം ചെയ്തൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും വിളിച്ചുകൂട്ടി. ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. 12 ഗോത്രങ്ങളാണ് അവിടെ ഉള്ളത്. ആ 12 ഗോത്രങ്ങളിലെ പ്രധാന ആൾക്കാരെ വിളിച്ചുകൂട്ടി. അവരെയാണ് എൽഡേഴ്സ് എന്ന് പറയുന്നത്. 12 ഗോത്രങ്ങളിലെ എൽഡേഴ്സിനെയാണ് ഇവിടെ മൂപ്പന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരവിടെ ചെന്ന് ഈ ജനത്തിലെ പ്രധാനികളെ വിളിച്ചുകൂട്ടി. അന്നുള്ള ജനം എന്ന് പറയുന്നത് 6 ലക്ഷം പുരുഷന്മാർ തന്നെയുണ്ട്. അവരുടെ ലീഡേഴ്സ് തന്നെയല്ല വിളിച്ചത്, അവരിലെ പ്രധാനികളെ വിളിച്ചുകൂട്ടി. നോക്കണം. അപ്പൊ ഒരു നല്ല ഒരു കൂട്ടം ആളുകൾ മോശയുടെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ മോശയോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് വചനമെല്ലാം അഹറോൻ കേൾപ്പിച്ചു. നോക്കുക, മോശയല്ല പറഞ്ഞു കേൾപ്പിച്ചത്, അഹറോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണെ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ട് അവർ കുമ്പിട്ട് ദൈവത്തെ നമസ്കരിച്ചു. മോശയെ അല്ല നമസ്കരിച്ചത്, അവർ കുമ്പിട്ട് ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് അതിന്റെ ഒറിജിനൽ. നിങ്ങൾ അല്പസമയം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് 40 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം. ആ 2 വ്യക്തികൾ തമ്മിൽ ശന്തയിട്ടപ്പോൾ ഒരുവൻ ഒരു മിസ്രൈമ്യനും ഒരുവൻ ഒരു എബ്രായനുമായിരുന്നു. അതിൽ മിസ്രൈമ്യനെ മോശ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം 2 എബ്രായർ തമ്മിൽ വഴക്കുണ്ടായി. മോശ അത് തീർക്കാൻ ചെന്നു, രമ്യതപ്പെടുത്താൻ. മോശയോട് അവർ തമ്മിൽ കോപിച്ചു സംസാരിച്ചു. നിന്നെ ഞങ്ങൾക്ക് അധിപതിയാക്കിയത് ആര്? മോശ അവിടുന്ന് പേടിച്ചോടി.
കാരണം ഇത് ഫറവോൻ അറിഞ്ഞല്ലോ എന്നുള്ള ബോധം തനിക്കുണ്ടായി. അതിനെക്കുറിച്ച് എബ്രായ ലേഖകൻ പറയുന്നത് അവർ മോശയെ ഉന്തിക്കളഞ്ഞെന്നാണ്. എന്ന് പറഞ്ഞാൽ തിരസ്കരിച്ചു എന്നാണ്. 40 വർഷത്തിന് മുമ്പേ മോശയെ ഇസ്രായേൽ അല്ലെങ്കിൽ എബ്രായ ജനം എന്ത് ചെയ്തു? തിരസ്കരിച്ചു. 40 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മോശ അവരുടെ അടുക്കൽ ചെല്ലുന്നത് ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ നിയോഗവും അനുസരിച്ചാണ് ചെല്ലുന്നത്. ആ സമയത്ത് അവർ മോശയെ അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. വിളിയില്ലാതെ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ ഉന്തിക്കളഞ്ഞു. ദൈവ വിളിയില്ലാതെ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ അവനെ ഉന്തിക്കളഞ്ഞു. എന്നാൽ ദൈവ വിളിയും നിയോഗവും അനുസരിച്ചെന്നപ്പോൾ മോശയെ ജനം അംഗീകരിച്ചു. ഇത് നമ്മൾ ഓർക്കണം. ദൈവവും പുറകിലില്ലെങ്കിൽ, ദൈവ വിളി ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഫെയിലിയറാണ്. മോശയെ അവർ അംഗീകരിച്ചു. ഇതൊരു വലിയ സാദൃശ്യമാണ്. അതായത് യേശുക്രിസ്തു ആദ്യമായി വന്നത് എബ്രായ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യോഹന്നാൻ 1:11 വായിക്കുന്നു, അതെ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ തള്ളിക്കളഞ്ഞവര്, അവരംഗീകരിച്ചില്ല. രണ്ടാമത് ഇനിയും കർത്താവ് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവും. അവന്റെ ഉള്ളംകാൽ, അതേ, ദൈവവചനപ്രകാരം സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒലിവ് മലയിൽ നിൽക്കും. ആ സമയത്ത് അവർ ഗോത്രം ഗോത്രമായി വിലപിച്ച് അവനെ അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ഒരിക്കൽ തള്ളിക്കളഞ്ഞവനെ അവർ തിരസ്കരിച്ചവനെ അംഗീകരിക്കുവാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പേ ചില കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ ഇതൊരു സാദൃശ്യമാണ്, ഒരു രൂപകാല, ഒരു പ്രതീകാത്മകമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അത് സാദൃശ്യം വഹിക്കുന്നു. കാരണം ഒരിക്കൽ മോശയെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം 40 വർഷം കഴിഞ്ഞപ്പോൾ മോശ മടങ്ങി വന്നപ്പോൾ ജനം മോശയെ സ്വീകരിച്ചു. കാരണം എന്താണ്? ദൈവ നിയോഗപ്രകാരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ജനത്തെ ദൈവം സന്ദർശിച്ചു എന്ന് കേട്ട് അവർ വളരെ സന്തോഷിച്ചു. ദൈവത്തിന്റെ സന്ദർശനം ഞങ്ങൾക്കുണ്ടായല്ലോ എന്ന് ഓർത്താണ് അവർ ദൈവത്തെ കുമ്പിട്ട് നമസ്കരിപ്പാനിടയായി തീർന്നു. ആമേൻ. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിലെ വിഷയം മോശയും അഹ്റോനും കൂടെ അതേ ഫറവോന്റെ അടുക്കലേക്ക് പോകുന്നു. അടുക്കൽ ചെന്ന് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം ഇവിടെ നമുക്ക് കാണാം. 1-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നീ പ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മതി. 2-ാം വാക്യം. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. മതി. മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്നു. ആദ്യം അവരുടെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് നിമിത്തമാണ്. ദൈവം നമ്മളെ ഇവിടുന്ന് വിടുവിക്കാൻ പോവുകയാണ്. ഇനി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. എല്ലാം ജനം കേട്ടു. ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുകയാണ്. ജനത്തിന് വളരെ സന്തോഷം. അനന്തരം മോശയും അഹ്റോനും നേരെ ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അല്ലയോ ഫറവോനെ, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം ആചരിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. യഹോവ കൽപ്പിച്ചത് എന്താണ്? ഇസ്രായേലിനെ മരുഭൂമിയിൽ യഹോവയ്ക്ക് ഉത്സവം ആചരിക്കേണ്ടതിന് വിട്ടയക്കണം.
7 പ്രാവശ്യം ഈ സഹോദരന്മാർ ഫറവോന്റെ അടുക്കൽ ഇതേ നിലയിൽ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എബ്രായരുടെ ദൈവം വെളിപ്പെട്ടു, ഞങ്ങളുടെ ജനത്തെ അല്ലെങ്കിൽ എബ്രായ ജനത്തെ നിന്നെ മരുഭൂമിയിൽ യഹോവയ്ക്ക് 3 ദിവസത്തെ വഴി പോയി അവനെ ആരാധിപ്പാൻ വിട്ടയക്കണം. കുറിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത് പറഞ്ഞത് 5-ാം അധ്യായം 1-ാം വാക്യമാണ്. ജനത്തെ മരുഭൂമിയിൽ ഉത്സവം ആചരിക്കേണ്ടതിന് വിട്ടയക്കണം. രണ്ടാമത് പറഞ്ഞത് 7-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ചു. എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. 20-ാം വാക്യം. 20-ാമത്തെ. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിൽക്ക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. 9-ന്റെ 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. പ്രൈസ് ദി ലോർഡ്. 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 10-ാം അധ്യായം. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ മോശയും അഹറോനും എത്രമാത്രം ആ കാര്യത്തിൽ തീഷ്ണതയുള്ളവരായി, മടുപ്പില്ലാത്തവരായി 7 പ്രാവശ്യം ആദ്യ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ ഒരേ കാര്യം. എന്താ കാര്യം? മരുഭൂമിയിൽ ദൈവത്തിന് ഉത്സവം ആചരിപ്പാൻ, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അതിന്റെ അർത്ഥം, ജനം ഇവിടെ ഇപ്പോൾ അടിമത്തത്തിലാണ്. അവിടുന്ന് അവർക്കൊരു മോചനം ആവശ്യമാണ്. അവർ സകലരും എന്നെ ആരാധിക്കേണ്ടവരാണ്. ഈ കഴിഞ്ഞ 430 സംവത്സരം ഇങ്ങനെ ഒരു കാര്യം മിസ്രൈമിൽ നടന്നിട്ടില്ല. കാരണം യഹോവയെ ആരാധിക്കുന്നത് യാഗം കഴിച്ചാണ് ആരാധിക്കേണ്ടത്. ഈ മിസ്രൈമ്യർ യാഗം കഴിച്ച് അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആ നിലയിലുള്ള ഒരു ആരാധനയല്ല ദൈവത്തിന്റെ ജനത്തിന് വേണ്ടത്. ദൈവത്തിന്റെ ജനം യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കണം. അതിന് മൃഗങ്ങളെ ഉപയോഗിക്കണം. അതിന് ഉത്സവം എന്നാണ് പേര്. കാരണം ഉത്സവം എന്ന് പറഞ്ഞാൽ ജനം സന്തോഷിക്കുകയാണ് ഉത്സവത്തിൽ. അപ്പൊ ആരാധനയിൽ വെറും ആരാധനയല്ല, ആരാധനയിൽ യാഗമുണ്ട്. ആരാധനയിൽ ജനം സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കണം. ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, ആരാധനയിൽ യാഗമുണ്ട്, ആരാധനയിൽ സന്തോഷമുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ നാം യാഗം അർപ്പിക്കുകയാണ്. അതേ സമയം തന്നെ നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയിൽ സന്തോഷമില്ലെങ്കിൽ എന്തോ തകരാറുണ്ട്. ആ ദൈവസന്നിധിയിൽ പോയിരുന്ന് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ആരാധന എന്ന് പറയുന്നത്. അവിടെ ഉറക്കം തൂങ്ങിയിരുന്ന്, അവിടെ സെലഫോണും നോക്കിയിരുന്ന്
അവിടെ വർത്താനവും പറഞ്ഞിരുന്ന അതും കണ്ട് ഇതും കണ്ടേച്ച് വീട്ടിൽ പോരുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതാണ്. ഈ ഒരു കാര്യം 7 പ്രാവശ്യമാണ് അഹറോനും മോശയും ഫറവോനോട് ചെന്ന് പറഞ്ഞത്. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനമായതല്ലാതെ ജനത്തെ വിട്ടയക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. തന്റെ ഹൃദയം കഠിനമായതേ ഉള്ളൂ. നമ്മളൊരു പാപിയുടെ അവസ്ഥ നോക്കുക. അവൻ പാപത്തിന് അടിമയായി കിടക്കുകയാണ്. അവൻ എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടു. അവൻ എത്രയോ പ്രാവശ്യം ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടു പോകണമെന്ന് അവൻ കേട്ടു. പക്ഷേ ഫറവോനെ പോലെ പലരുടെയും ഹൃദയം കഠിനമാകുകയാണ്. ഫറവോന്റെ ഹൃദയം ഓരോ സമയവും കഠിനമായി വന്നു. അതിന്റെ പരിണിത ഫലമാണ് ഫറവോനും അവന്റെ സൈന്യവും ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായി തീർന്നത്. അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്ന സമയത്ത് അനുദപിക്കുക, വിനയപ്പെടുക, ഹൃദയം ഉരുകുക, മാനസാന്തരപ്പെടുക, ഇത് മനുഷ്യന്റെ ധർമ്മമാണ്. ചെയ്തില്ലെങ്കിൽ പരിണിത ഫലം ന്യായവിധിയാണ്. ദൈവം എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നതെന്നൊക്കെ ചിലർ ചോദിക്കും. ദൈവം എന്തുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്? ദൈവം ആദ്യമേ അല്ല ശിക്ഷിക്കുന്നത്. ദൈവം അതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നതിന് ശേഷമേ ദൈവം ശിക്ഷിക്കുന്നുള്ളൂ. കാരണം തന്റെ ദാസന്മാരോട് ദൈവം അവരെ വിട്ട് ഇടവിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മകനെ, മകളെ, ഹൃദയം തുറക്ക്. മകനെ, മകനെ, വാതിൽ തുറക്ക്. ഞാൻ അകത്ത് വരട്ടെ. നിന്നോടൊന്നിച്ച് സപ്പർ കഴിക്കുവാൻ, അന്നത്തെ താഴം കഴിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, തുറക്ക് എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഹൃദയത്തിന്റെ കവാടം മുട്ടുന്നുണ്ട്. പക്ഷേ തുറക്കാതിരുന്നാൽ അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. തുറക്കാതിരുന്നാൽ അത് ശിക്ഷാർഹമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്താ 18-ാം വാക്യം നോക്കിയാട്ടെ. വാട്ട് ഈസ് ജഡ്ജ്മെന്റ്? യോഹന്നാൻ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്തത് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധി എന്ന് പറയുന്നത് ദൈവം വെറുതെ അയക്കുന്നതല്ല. ദൈവം അവിടെ കുത്തിയിരുന്ന എല്ലാവരും ന്യായവിധിക്കുന്ന ഒരു ദൈവമാണ് എന്നാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതാണ്. ഇതാണ് ഫറവോനും സംഭവിച്ചത്. അതെ. അടുത്തത് സമയം നമുക്ക് ലാഭിക്കണമല്ലോ, ഞാൻ മുന്നോട്ട് പോകട്ടെ. ഫറവോ അഹ്റോനും മോശയോടും പറഞ്ഞു, യഹോവ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ പറയുന്നു യഹോവ പറഞ്ഞു എന്നാ പറഞ്ഞത്, യഹോവ കൽപ്പിച്ചു എന്നാ പറഞ്ഞത്. ഫറവോൻ പറഞ്ഞത് ഇസ്രയേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആരാണ്? കാരണം ഞാൻ ഫറവോനാണ്. ആ കാലയളവിൽ ഫറവോന്മാർ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരായിട്ടാണ് മിസ്രൈമിയർ ചിന്തിക്കുന്നത്. ഫറവോനും അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ലോക രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുകയാണ്, ഞാനല്ലേ രാജാവ്. ഈ ചിന്തയിൽ നിൽക്കുകയാണ്, ഞാനല്ലേ ദൈവം. കാരണം മിസ്രൈമിൽ അനേക ദേവന്മാരുണ്ട്, കണ്ണി കണ്ടതെല്ലാം ദൈവങ്ങളാണ് അവർക്ക്. ആ നിലയിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഫറവോയാണ്, അവരുടെ രാജാവാണ്. ഫറവോ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. യഹോവ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ അവനെ അറിയുകയില്ല. ശരിയായ കാര്യമാണ്. കാരണം ഫറവോന് ദൈവത്തെക്കുറിച്ചൊന്നും ഈ ദൈവത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അത് ഒരു ആശയമാണ്. രണ്ടാമത്തെ ആശയം, ഞാൻ ദൈവത്തിൽ നിന്ന് അവനെ കുറിച്ച് പറയണമെങ്കിൽ ആ ദൈവം ആരാ? എന്നെക്കാൾ വലിയവനായിട്ടൊരു ദൈവം ഉണ്ടോ? ഈ ചിന്തയിൽ ആ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ യഹോവയെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വശം. രണ്ടാമത്തെ വശം,
ഞാൻ ആ വ്യക്തിയേക്കാൾ വലിയവനാണ്, എനിക്ക് ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനവനെ അറിയണമെന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് ഫറവോൻ ചോദിച്ചത്. യഹോവ ആരാണ്? അതായത് ഈ ഫറവോനേക്കാൾ അവന്റെ വാക്കുകൾ കേൾക്കത്തക്കവണ്ണമുള്ളതായ ഒരു വലിയ വ്യക്തിയായി അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത് ഫറവോൻ പറഞ്ഞത്, ഞാൻ ജനത്തെ വിട്ടയക്കുകയില്ല. അതിന് നിങ്ങൾ വെറുതെ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വെറുതെ കിടന്ന് പറയണ്ട, ഞാൻ നിന്നത്തെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ഞാൻ ജനത്തിന് കൊടുക്കുകയില്ലെന്ന് അതിന്റെ അർത്ഥം. ഇവരെ വിട്ടയച്ചാൽ ഫറവോന്റെ ബാക്കി കാര്യങ്ങളൊക്കെ താറുമാറാകും. അപ്പോൾ ഈ ജനത്തെ അവിടെ പിടിച്ചു നിർത്തി അവരെ കൊണ്ട് പണി ചെയ്യിച്ച് മിസ്രൈം എന്ന രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഫറവോന്റെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പേ ഈ ജനം അവിടെ ചെന്ന് ചേർന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭരിക്കുന്ന ഒരു ഫറവോൻ ഉണ്ടായിരുന്നു. ഇപ്പം 400 വർഷങ്ങൾ കഴിഞ്ഞ് അതിനു മുമ്പ് അവർ ചെന്ന് ജനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫറവോനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ആ ഫറവോൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? എബ്രായരുടെ ഭവനത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയുക എന്നുള്ളതാണ്. അതായത് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക. ഇതായിരുന്നു ആ ഫറവോന്റെ ലക്ഷ്യം. ഈ ഫറവോന്റെ ലക്ഷ്യം അതല്ല. വർഷങ്ങൾ കഴിഞ്ഞു, യോസഫിനെ അറിയാത്ത വേറൊരു ഫറവോ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫറവോന്റെ ലക്ഷ്യം ജനത്തെ അവിടെ ഇട്ട് പണി ചെയ്യിപ്പിച്ച് മിസ്രൈമാകുന്ന രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുക, അവിടെ കെട്ടിടങ്ങൾ പണിയുക, ചുറ്റുമുള്ളതായ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുക, പിരമിഡുകൾ പണിയുക, ദേശത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവര് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്, ഞാൻ ഇവരെ വിട്ടയക്കുകയില്ല. നോക്കണം, ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമല്ലേ? പിശാചും ഇതാ ചെയ്യുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണമെന്ന് സത്യസുവിശേഷം ലോകത്തോട് അറിയിക്കുമ്പോൾ ഈ പിശാച് എന്താ ചെയ്യുന്നെന്നറിയാമോ? അവൻ അടിമത്തത്തിൽ കിടക്കുന്നതായ പാവിയെ വിട്ടയക്കാതെ അവിടെ നിർത്തി അവൻ മുതലെടുക്കുകയാണ്. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണവർ. അവർ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന് അടിമകളാണ്. അവന്റെ കയ്യിലെ പപ്പറ്റാണ്. അവനിട്ട് കളിപ്പിക്കുകയാണ്. അവൻ വിടത്തില്ല. ഇവിടുന്ന് പോയാൽ പിന്നെ ഇവന്റെ കാര്യങ്ങൾ നടത്താൻ ആളുകൾ വേണ്ടേ? അതുകൊണ്ട് ഇവനെ കയ്യിലിട്ട് പപ്പറ്റ് കളിപ്പിക്കുന്ന പരിപാടിയാണ് പിശാചിനുള്ളത്. ഓർക്കണം, സ്ഥലം അത് ഫറവോനും അത് തന്നെയാണ് ചെയ്തത്. കാരണം ഇവരെ വിട്ടയക്കുകയില്ല. ഇനി താഴോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഫറവോ ഒരു തീരുമാനമെടുത്തു. ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? സിസ്റ്റർ അടുത്ത വാക്യം വായിച്ചാട്ട്, 3-ാമത്തെ വാക്യം. അതിന് അവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രൈം രാജാവ് അവരോടെ, മോശെ, അഹരോനെ, നിങ്ങൾ ജനങ്ങളെ വേല മിനക്കെടുത്തുന്ന എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു, നിങ്ങൾ അവരെ അവരുടെ ഊഴിയ വേല മിനക്കെടുത്തുന്ന എന്നും ഫറവോൻ പറഞ്ഞു. അന്ന് ഫറവോൻ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനിയും വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ. അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. ഫറവോൻ ഒരു നിഗമനത്തിലെത്തി, യുവന്മാര് വേറും മടിയന്മാരാ.
ഈ മടിയന്മാർക്ക് ഇവിടുന്ന് പോയിട്ട് ഉത്സവം ആചരിക്കണമെന്ന്, ദൈവത്തെ ആരാധിക്കണമെന്ന്, എന്ത് ഇവന്മാരെന്താ പറയുന്നത് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഫറവോനെ ഭരിക്കുന്നത്. കാരണം ഇവരെ വിട്ടയക്കയില്ല ഞാൻ. മോശ പറഞ്ഞു, നിങ്ങൾ ജനത്തെ വിട്ടയച്ചുന്നില്ലെങ്കിൽ അങ്ങ് ഫറവോനെ രാജാവേ, അത് ന്യായവിധിക്ക് കാരണമായി തീരും. ദൈവത്തിന്റെ വാള് തന്റെ ജനത്തിന്മേൽ വരുവാനും നിന്റെ മേൽ വരുവാനും ഇടയായിത്തീരും. നീ വിട്ടയക്കുന്നില്ലെങ്കിൽ അത് അപകടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം മോശ പറഞ്ഞു. ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായതാണ്, ദൈവം ഞങ്ങളോട് സംസാരിച്ചതാണ്. ഇതൊക്കെ കേൾക്കാനാ? ഉടനെ ഫറവോൻ മോശയോടും അഹരോനും പറഞ്ഞത്, പോയി ഊഴവേദ ചെയ്യടാ, നീ ജനത്തെ മെനക്കെടുത്താതെ, നിങ്ങൾ മടിയന്മാരാണ്. അപ്പോൾ ഈ ആരാധനയെ പുച്ഛിച്ചു തള്ളുന്ന ഒരു വ്യക്തിയാണ് ഫറവോൻ എന്ന് നമുക്ക് മനസ്സിലാകാൻ. ആരാധനയെ പുച്ഛിച്ചു തള്ളുന്ന, ഇത് ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിന് നിഷേധാത്മകമായി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എത്തിസ്റ്റാണ്, ദൈവം ഇല്ല എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് ഫറവോൻ പറയുന്നത്. എനിക്കത് അങ്ങനെ ഒരു ദൈവത്തെ അറിഞ്ഞുകൂടാ, അതില്ല, എനിക്ക് ആ കൂടെ എൻ്റെ ദൈവത്തെ അറിയത്തുള്ളൂ. ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന എബ്രായരുടെ ദൈവത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവനിഷേധം. രണ്ടാമത് പറയുന്നത്, ഈ ആരാധന എന്നൊക്കെ പറയുന്നത് മെനക്കെട്ട പരിപാടിയാണ്. അത് വേല ചെയ്യുവാൻ കഴിയാത്ത മെനക്കെട്ടവരുടെ പരിപാടിയാണ്. അതിനെ വില കുറച്ച് കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഫറവോൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഊഴിയവിചാരകന്മാരാണ്, നിങ്ങൾ ജോലി ചെയ്യേണ്ടവരാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലിയെ മുടക്കി ഇവിടുത്തെ പണി മുടക്കുന്നതായാണ്. എല്ലാം ഫറവോൻ ചിന്തിച്ച കാര്യം. എന്നിട്ട് പറഞ്ഞു, ഇനി പോയി ഇഷ്ടിക ഉണ്ടാക്കണം, മുമ്പ് തന്ന അത്രയും ഇഷ്ടിക തന്നെ തരണം. നിങ്ങൾക്ക് ഇഷ്ടിക ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതായ കളിമണ്ണ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നൈൽ നദിയുടെ തീരത്തുനിന്ന് എടുക്കുന്ന കളിമണ്ണാണ് ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കച്ചി ഉപയോഗിക്കാറുണ്ട്. ആ കച്ചി ഉപയോഗിക്കുന്നത് ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ, അതുകൂടി ഇട്ട് ചവിട്ടിക്കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കിയാൽ ഈ കച്ചി കൊണ്ട് ഇതിനകത്ത് വെള്ളം വലിച്ചെടുക്കാൻ ഇടയായിത്തീരുകയും പെട്ടെന്ന് അത് കട്ടിയായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് അവർ വൈക്കോൽ ഉപയോഗിച്ചുകൊണ്ട് കച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനിയും തരത്തില്ല, കച്ചി തരത്തില്ല, നിങ്ങൾ തന്നെ അത് പോയി ശേഖരിക്കണം. അതിനവർ പോയി താളടി ശേഖരിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. താളടി എന്ന് പറഞ്ഞാൽ ഇത് കൊയ്തെടുത്തതിന് ശേഷം നിൽക്കുന്ന കുറ്റിയാണ് താളടി എന്ന് പറയുന്നത്. അത് കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശേഷിക്കുന്ന അല്പം നീളമുള്ള കുറ്റി നിൽപ്പുണ്ട്. അത് എന്ന് വലിച്ചു പറിച്ച് അവിടെ എവിടെയും കാണുന്ന കച്ചിയും ഒക്കെയും ഞുള്ളിപ്പറക്കി കൊണ്ടത് വേണം ചവിട്ടി ഇഷ്ടിക ഉണ്ടാക്കാൻ. മുമ്പ് ഒരുത്തൻ 50 ഇഷ്ടിക ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ, 100 ഇഷ്ടിക ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഒറ്റ ഒരെണ്ണം കുറയാൻ പാടില്ല. നോക്കണം. അപ്പോൾ ഈ ജനത്തിന്മേൽ ഒരു വലിയ കഷ്ടത പിടിച്ചേൽപ്പിക്കുകയാണ്, വെച്ചുകെട്ടുകയാണ്. എത്രയോ ശോചനീയമായ കാലം. ജനം പീഡ അനുഭവിക്കുന്നവരായി തീർന്നു, ജനം പീഡിപ്പിക്കപ്പെടുന്നവരായി തീർന്നു. അവരെ മടിയന്മാരെന്ന് മുദ്ര കുത്തി ഇനി കുറെ കാലം വിട്ടേച്ച് അവർ പോയി അങ്ങനെ ഉണ്ടാക്കിയിട്ടും മുമ്പത്തേന്റെ അത്രയും ഉണ്ടാക്കാൻ ഒക്കുന്നില്ല. മുമ്പത്തേന്റെ അത്രയും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. കാരണം രാവിലെ ഇറങ്ങിപ്പോയി കച്ചിയുള്ളി പറക്കി അവിടുന്ന് ഇവിടുന്ന് കച്ചിയുടെ കുറ്റിയും പറക്കി കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് മുമ്പ് കൊടുത്തതിന്റെ അത്രയും ഒക്കത്തില്ല. അതുകൊണ്ട് ഇവരുടെ മേലാക്കിയിരിക്കുന്ന ആളുകൾ എബ്രായരാണ്, മിസ്രൈമിയരല്ല. ഇവരുടെ മേലുള്ള അത് നോട്ടക്കാരായി വെച്ചിരിക്കുന്നവര് ഇവരാണ്. അവരുടെ മേലുള്ള മേലധികാരികൾ മിസ്രൈമിയരാണ്. അപ്പോൾ സംഖ്യ തികയാതെ വരുന്നത് കൊണ്ട്, ഉണ്ടാക്കണമെന്ന് പറയുന്ന അത്രയും ഇഷ്ടിക വരാതിരിക്കുന്നത് കൊണ്ട് ഇവന്മാരുടെ പുറത്ത് അടിയുണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും. താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഇഷ്ടിക കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇഷ്ടിക തീരുന്നത് ഉണ്ടാകുന്നത്. അടുത്തത് 15-ാമത്തെ വാക്യം നോക്കാട്ടെ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തേ?
അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവീനെന്ന് അവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു. അത് ഈ നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു. അടുത്തത് അതിന് അവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. പോയി വേല ചെയ്യുവിൻ, വൈക്കോൽ തരികയില്ല, ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു. ഈ വേലധികാരികൾ ചെന്ന് ഫറവോനോട് കംപ്ലൈന്റ് പറഞ്ഞു, ഞങ്ങളെ ഇവിടെയുള്ള മിസ്രൈമിലിട്ട് അടിക്കുകയാണ്. കാരണം ജനത്തിന് അത്രയും ഇഷ്ടിക ഉണ്ടാക്കാൻ ഒക്കുന്നില്ല. കാരണം അവർക്ക് വൈക്കോൽ കിട്ടുന്നില്ല. വൈക്കോൽ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടിക ഉണ്ടാക്കുന്നില്ല. ഫറവോൻ എന്തോ സിമ്പതി വല്ലതും ഉണ്ടോ? ഫറവോൻ പറഞ്ഞു, മടിയന്മാരെ പോയി വേല ചെയ്യാൻ, നിങ്ങൾ അടികൊള്ളുന്നതിന് ഞാനെന്തോ ചെയ്യണം? അപ്പോൾ ഈ പ്രതിപുരുഷന്മാര് പോയി ഫറവോന്റെ അടുക്കൽ തങ്ങളുടെ സങ്കടം പറഞ്ഞു. അതും ഫറവോ നിരസിച്ചു കളഞ്ഞു. ഇവര് പോയി ഫറവോനോടാ പറയുന്നത്. അങ്ങനെ പോയി സങ്കടം പറഞ്ഞേച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വഴിയിൽ രണ്ടുപേര് നിൽക്കുന്നു, മോശയും അഹറോനുമാണ്. അവരെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞത് എന്താന്ന് നോക്കാം. 20-ാം വാക്ക്. അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്ന കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പ് ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. മതി. മോശയും അഹരോനെയും തിരസ്കരിച്ചു. കാരണം നിങ്ങൾ ഞങ്ങളെ നാറ്റി, നിങ്ങൾ ഞങ്ങളെ കൊല്ലേണ്ടതിന് ഫറവോന്റെ കയ്യിൽ കൊണ്ട് വാൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് ഇത് വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? ജനത്തെ വിട്ടയക്കാൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്? ഞങ്ങൾ മിസ്രയീമ്യരുടെ ചാട്ടവാറിനാലുള്ള അടി കൊള്ളേണ്ടി വന്നത് നിങ്ങൾ ചെന്ന് ഞങ്ങളെ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പോൾ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ജനം അഹറോനെയും മോശയും വെറുത്തു. നോക്കണം, കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായാൽ, പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ജനത്തിന്റെ ഹൃദയം പിന്നെയും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് ആത്മിക ലോകത്തിലും നടക്കുന്ന ഒരു കാര്യമാണ്. നാം ദൈവസന്നിധിയിൽ വെക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ മടുത്തു പോകും, നമ്മൾ പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ വരാതിരിക്കുവാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ദൈവത്തോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവത്തിന് അതിന് സമയമുണ്ട്. ദൈവം നേരത്തെ മോശയോട് പറഞ്ഞു, നീ എത്ര ചെന്ന് പറഞ്ഞാലും ഫറവോ തന്റെ ഹൃദയം കഠിനമാക്കും. ദൈവത്തിനറിയാം എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് മോശ എന്താണ് ചെയ്തെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മോശ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്തേ? നീ എന്നെ അയച്ചത് എന്തിനെ? ഞാൻ നിന്റെ നാമത്തിൽ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. മോശയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ദുഗ്രാഹ്യമായി തോന്നുകയാണ്. എന്താണ് ദൈവം ഇങ്ങനെ ചെയ്തത്? അതായത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും മോശയ്ക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നറിയേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. നമ്മുടെ നല്ല ഭാഷയിൽ പറയാം, കാര്യങ്ങൾ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ മോശ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ ചെയ്യേണ്ടത്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ അവതാളത്തിലാകുമ്പോൾ പിന്മാറിപ്പോകുകയല്ല, ദൈവഹിതം എന്താണെന്ന് അറിയേണ്ടതിന് ദൈവസന്നിധിയിൽ മോശ നിൽക്കുകയാണ്. ഈ മോശയുടെ സ്വഭാവം നമുക്കുണ്ടാകണം. കാര്യങ്ങൾ പ്രശ്നങ്ങൾ മൂത്തു വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുകയല്ല, അതിന്റെ പ്രതിവിധി ദൈവസന്നിധിയിലാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അപ്പോൾ പിന്മാറിപ്പോവുകയല്ല വേണ്ടത്. നമ്മൾ അതിന്റെ ഉത്തരം കാണേണ്ടതിന് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് വേണ്ടത്. അവിടെ അതിന്റെ മറുപടി ഉണ്ട്.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.